വിവേചനത്തിനെതിരായി അല്ലെങ്കിൽ അഗൈൻസ്റ്റ് ഡിസ്ക്രിമിനേഷൻ എന്ന യൂണിറ്റാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ യൂണിറ്റിലെ ഫസ്റ്റ് പാർട്ട് വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തു. ഇത് സെക്കൻഡ് പാർട്ട് വീഡിയോ ആണ്. ഇതിൽ ഫസ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് കോളനൈസേഷൻ ഓഫ് സൗത്ത് ആഫ്രിക്ക. സൗത്ത് ആഫ്രിക്ക കോളനിവൽക്കരിക്കപ്പെടുന്നു. അതിനകത്ത് എന്താണ് കോളനൈസേഷൻ, ആ കോളനൈസേഷൻ്റെ ഒരു ഡെഫിനിഷൻ അല്ലെങ്കിൽ കോളനിവൽക്കരണം, അതിൻ്റെ ഡെഫിനിഷനാണ് ഈ തന്നിട്ടുള്ളത്. നമുക്ക് നോക്കാം. കോളനൈസേഷൻ ഈസ് ദ പൊളിറ്റിക്കൽ, social, economic and cultural domination and control of one country over another region and its people. ഒരു രാജ്യം മറ്റൊരു പ്രദേശത്തിന് മേലും അവിടെയുള്ള ജനതയുടെ മേലും അധികാരം സ്ഥാപിക്കുന്നു. എങ്ങനെയുള്ള അധികാരമാണ് സ്ഥാപിക്കുന്നത്? പൊളിറ്റിക്കലായിട്ടും സോഷ്യലായിട്ടും എക്കണോമിക്കലായിട്ടും കൾച്ചറലായിട്ടും അധികാരം സ്ഥാപിച്ച് ഈ രാജ്യത്തിൻ്റെ നിയന്ത്രണത്തിൽ ആ ഒരു പ്രത്യേക പ്രദേശത്തെ കൊണ്ടുവരുന്നു. അവിടെയുള്ള ജനങ്ങളെയും പ്രദേശത്തെയും അവിടെയുള്ള ജനങ്ങളെയും കൊണ്ടുവരുന്നു. ഈ ഒരു പ്രോസസ്സിനെയാണ് കോളനിവൽക്കരണം അല്ലെങ്കിൽ കോളനൈസേഷൻ എന്ന് പറയുന്നത്. കോളനൈസേഷൻ എന്താണെന്ന് മനസ്സിലായല്ലോ. ഇനി നമുക്ക് കോളനൈസേഷൻ ഓഫ് സൗത്ത് ആഫ്രിക്ക നോക്കാം. അതിൻ്റെ അകത്ത് എന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന്. ദ ഫസ്റ്റ് ഇൻഹാബിറ്റൻസ് ഓഫ് സൗത്ത് ആഫ്രിക്ക വെയർ ട്രൈബൽ പീപ്പിൾ ഹു ബിലോങ് ടു ദ ഗ്രൂപ്പ്സ് സാൻ ആൻഡ് ഖോസ. അതായത് സാൻ, ഖോസ തുടങ്ങിയ ഗ്രൂപ്പിൽപ്പെടുന്ന ആൾക്കാരായിരുന്നു സൗത്ത് ആഫ്രിക്കയിലെ അല്ലെങ്കിൽ ദക്ഷിണാഫ്രിക്കയിലെ ആദ്യത്തെ നിവാസികളെന്ന് പറഞ്ഞാൽ ആദ്യമൊക്കെ അവിടെ താമസിച്ചിരുന്ന ആൾക്കാരെന്ന് പറയുന്നത്. ഏതൊക്കെയാണ്? സാൻ, ഖോസ, ഇവർ രണ്ടുമായിരുന്നു ഇൻഹാബിറ്റൻസ് ഓഫ് സൗത്ത് ആഫ്രിക്ക. It was the tribal groups from the other parts of South Africa who migrated to this place for the first time. ആദ്യമായിട്ട് ഈ സൗത്ത് ആഫ്രിക്കയിലോട്ട് മൈഗ്രേറ്റ് ചെയ്തു വന്ന, അതായത് കുടിയേറ്റം നടത്തിയത് ആഫ്രിക്കയുടെ മറ്റു പ്രദേശങ്ങളിലുണ്ടായിരുന്ന ട്രൈബൽ ഗ്രൂപ്പ്സ് ആയിരുന്നു. മറ്റു പ്രദേശങ്ങളിലെ ഗോത്ര വിഭാഗക്കാർ. ട്രൈബൽ ഗ്രൂപ്പ്സ് എന്ന് വെച്ചാൽ ഗോത്ര വിഭാഗക്കാരായിരുന്നു. ടുവാർഡ്സ് ദ എൻഡ് ഓഫ് ദി 15th century, 15ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടു കൂടി ദ യൂറോപ്യൻ സ്റ്റാർട്ടഡ് ദെയർ എക്സ്പെഡിഷൻസ് ടു സൗത്ത് ആഫ്രിക്ക. സൗത്ത് ആഫ്രിക്കയിലോട്ട് യൂറോപ്യന്മാർ എത്തിത്തുടങ്ങി. ഏത് സമയത്താണ്? 15ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടു കൂടി യൂറോപ്യന്മാർ ദക്ഷിണാഫ്രിക്കയിലോട്ട് എത്തിത്തുടങ്ങി. ബൈ ദ 17th century, 17ാം നൂറ്റാണ്ടായപ്പോൾ ദ ഡച്ച് ബിക്കം ഇൻഫ്ലുവൻഷ്യൽ ഇൻ സൗത്ത് ആഫ്രിക്ക ആൻഡ് കേപ്പ് ടൗൺ ബിക്കം ദെയർ മേജർ കോളനി. 17ാം നൂറ്റാണ്ടോടുകൂടി ഡച്ചിന് സൗത്ത് ആഫ്രിക്കയിൽ നല്ല രീതിയിൽ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടായി. അതായത് അവരുടെ സ്വാധീനം നന്നായിട്ട് സൗത്ത് ആഫ്രിക്കയിൽ ഉണ്ടായിരുന്നു. അതുമാത്രമല്ല കേപ്പ് ടൗൺ എന്ന് പറയുന്നത് അവരുടെ ഒരു പ്രധാന കോളനിയായി മാറി. ആരുടെ? ഡച്ചുകാരുടെ ഒരു പ്രധാന കോളനിയായി മാറി കേപ്പ് ടൗൺ. ബൈ ദ 18th century, ദ ബ്രിട്ടീഷ് റീച്ച്ഡ് സൗത്ത് ആഫ്രിക്ക. 18ാം ആയതോടുകൂടി ആര് സൗത്ത് ആഫ്രിക്കയിൽ എത്തിച്ചേർന്നു? ബ്രിട്ടീഷുകാർ സൗത്ത് ആഫ്രിക്കയിൽ എത്തിച്ചേർന്നു. ദേ ഡിസൈഡഡ് ടു മേക്ക് സൗത്ത് ആഫ്രിക്ക ദെയർ കോളനി വിത്ത് ദ എയിം. അവർ സൗത്ത് ആഫ്രിക്ക അവരുടെ കോളനിയാക്കി മാറ്റാൻ അവർ തീരുമാനിച്ചു. ഏത് ലക്ഷ്യം വെച്ചുകൊണ്ടായിരുന്നു? വിത്ത് ദ എയിം. ഏത് എയിമോട് കൂടിയായിരുന്നു? ടു അക്വയർ മോർ ലാൻഡ് ഏരിയാസ് ഇൻ ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദി വേൾഡ്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കൂടുതൽ ലാൻഡ് ഏരിയ സ്വന്തമാക്കുക അവരുടെ ഒന്നാമത്തെ ലക്ഷ്യമാണ്. സൗത്ത് ആഫ്രിക്കയെ അവരുടെ കോളനി ആക്കണം എന്ന് കരുതി ബ്രിട്ടീഷുകാർ സൗത്ത് ആഫ്രിക്കയിൽ എത്തിച്ചേർന്നു. ഏത് നൂറ്റാണ്ടിൽ? 18ാം നൂറ്റാണ്ടോടുകൂടി ബ്രിട്ടീഷുകാർ സൗത്ത് ആഫ്രിക്കയിൽ എത്തിച്ചേർന്നു. അവർ ഈ സൗത്ത് ആഫ്രിക്കയിൽ എത്തിച്ചേരാനുള്ള ഒന്നാമത്തെ കാരണം അവർക്ക് കുറച്ച് ലക്ഷ്യങ്ങളുണ്ടായിരുന്നു. ആ ലക്ഷ്യങ്ങൾ ഏതൊക്കെയാണ്? ഒന്നാമത്തെ ലക്ഷ്യം ടു അക്വയർ മോർ ലാൻഡ് ഏരിയാസ് ഇൻ ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദി വേൾഡ്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കൂടുതൽ ലാൻഡ് ഏരിയ സ്വന്തമാക്കുക. 2, ടു ക്യാപ്ചർ ദ ഇമൻസ് വെൽത്ത് ഓഫ് ആഫ്രിക്ക. ആഫ്രിക്കയുടെ അളവറ്റ സമ്പത്ത് സ്വന്തമാക്കുക. പിന്നെ ടു എസ്റ്റാബ്ലിഷ് സുപ്രീമസി ഓവർ അതർ യൂറോപ്യൻ കൺട്രീസ്. മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളുടെ മേൽ അധീശത്വം സ്ഥാപിക്കുക, സുപ്രീമസി സ്ഥാപിക്കുക, എസ്റ്റാബ്ലിഷ് ചെയ്യുക. അപ്പോൾ അത് അവരുടെ മറ്റൊരു ലക്ഷ്യം. അടുത്തത്, ആൻഡ് ടു മേക്ക് ഇറ്റ് എ ടെമ്പററി പോയിന്റ് ഓഫ് ഹോട്ട് ഓൺ ദെയർ ജേർണി ടു ദ ഏഷ്യൻ കോണ്ടിനെൻറ്റ്. ഏഷ്യൻ കോണ്ടിനെൻറ്റ് അല്ലെങ്കിൽ ഏഷ്യ വൻകരയിലേക്കുള്ള അവരുടെ സഞ്ചാരത്തിന് ഒരു ഒരു ഇടത്താവളമാക്കുക, ടെമ്പററി പോയിന്റ് ആക്കുക എന്ന ഉദ്ദേശം. അപ്പോൾ ഇത്രയും ഉദ്ദേശത്തോടു കൂടിയാണ് ബ്രിട്ടൻ ദക്ഷിണാഫ്രിക്കയെ അവരുടെ സ്വന്തം കോളനിയാക്കി മാറ്റാൻ തീരുമാനിച്ചത്. ഇനി നമുക്കിവിടെ പഠിക്കാനുള്ളത് ദ ഗ്രേറ്റ് ട്രക്ക്. അതിൽ ഒന്നാമത്തത് ബൂവേഴ്സ്. എന്താണ് ബൂവേഴ്സ് എന്ന് പറഞ്ഞാൽ? ബൂവേഴ്സ് ആർ ദ ഡെസെൻഡൻസ് ഓഫ് ഡച്ച്, ഫ്രഞ്ച് ആൻഡ് ദ ജർമ്മൻസ് ഹു കെയിം ടു സൗത്ത് ആഫ്രിക്ക ഫ്രം യൂറോപ്പ്. അതായത് യൂറോപ്പിൽ നിന്ന് ദക്ഷിണാഫ്രിക്കയിൽ എത്തിയ നെതർലാൻഡ് അല്ലെങ്കിൽ ഡച്ച്, പിന്നെ ഫ്രാൻസ്, ജർമ്മനി തുടങ്ങിയ രാജ്യക്കാരുടെ ഡിസെൻഡൻസ് എന്ന് വെച്ചാൽ പിന്മുറക്കാരാണ് ഈ പറയുന്ന ബൂവേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ബൂവേഴ്സ് എന്ന് പറഞ്ഞത് ഏതൊക്കെ രാജ്യക്കാരുടെ ഡിസെൻഡൻസ് ആണ്? ഡച്ച് അല്ലെങ്കിൽ നെതർലാൻഡ്. ഡച്ചും നെതർലാൻഡും സെയിം ആണ്. ഡച്ച്, ഫ്രഞ്ച്, ജർമ്മൻസ്. ബൂവർ ഇസ് ദ ഡച്ച് വേർഡ് ഫോർ ഫാർമർ.
ഫാർമർ എന്ന മീനിങ് വരുന്ന ഒരു ഡച്ച് വേർഡാണ് ബൂവർ എന്ന് പറയുന്നത്. ബൂവർ എന്ന ആ ഡച്ച് വേർഡ്, ബൂവർ എന്ന് പറഞ്ഞ ഒരു ഡച്ച് വേർഡാണ്. ആ ഡച്ച് വേർഡിൻ്റെ അർത്ഥം അല്ലെങ്കിൽ മീനിങ് എന്താണ്? ഫാർമർ എന്നാണ്. ലേറ്റർ ദേ കെയിം ടു ബി നോൺ ആസ് ആഫ്രിക്കാനർ. പിന്നീട് ഈ ബൂവർ എന്തെന്നറിയപ്പെട്ടു? ആഫ്രിക്കാനർ എന്നറിയപ്പെട്ടു. എന്തെന്നറിയപ്പെട്ടു? ആഫ്രിക്കാനർ. ആൻഡ് ദെയർ ലാംഗ്വേജ് ആൻഡ് കൾച്ചർ ആസ് ആഫ്രിക്കൻസ്. പിന്നെ അവരുടെ ലാംഗ്വേജ്, അവരുടെ ഭാഷ, അവരുടെ കൾച്ചർ, അവരുടെ സംസ്കാരമൊക്കെ എന്തെന്നറിയപ്പെട്ടു? ആഫ്രിക്കാൻസ്. എന്താണ്? ആഫ്രിക്കാൻസ് എന്നറിയപ്പെട്ടു. അപ്പോൾ ബൂവർ പിന്നീട് ആഫ്രിക്കാനർ എന്നറിയപ്പെട്ടു. അവരുടെ ഭാഷയും സംസ്കാരവും ആഫ്രിക്കാൻസ് എന്ന് അറിയപ്പെട്ടു. അടുത്തത്, ലെറ്റ്സ് എക്സാമിൻ ഹൗ ദ കോളനൈസേഷൻ പ്രോജക്റ്റ് ഓഫ് ബ്രിട്ടീഷ് അഫക്റ്റഡ് ദ ബൂവർ. എങ്ങനെയാണ് ഇനി ഈ ബ്രിട്ടീഷുകാരുടെ കോളനൈസേഷൻ പ്രോജക്റ്റ് അല്ലെങ്കിൽ കോളനി വൽക്കരണ പദ്ധതികൾ ഈ ബൂവേഴ്സിനെ അഫക്റ്റ് ചെയ്തത്, ബൂവേഴ്സിനെ ഏതൊക്കെ രീതിയിൽ ബാധിച്ചു എന്നതാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. അതിൻ്റെ ആൻസറാണ് ഈ താഴെ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. എന്താണ്? ദ ബ്രിട്ടീഷ് ക്യാപ്ചേർഡ് കേപ്പ് കോളനി ഫ്രം ദ ഡച്ച് ആൻഡ് ഇംപ്ലിമെൻറ്റ് സർട്ടൺ പോളിസീസ് ദെയർ. ഈ ബ്രിട്ടീഷുകാർ ഇവിടെ വന്ന് അധീശത്വം സ്ഥാപിക്കാൻ വന്നല്ലോ. വന്നിട്ട് ഇവരെന്ത് ചെയ്തു? ഡച്ചുകാരുടെ കയ്യിലുണ്ടായിരുന്ന കേപ്പ് ടൗൺ എന്ന് പറഞ്ഞ പ്രദേശം ഡച്ചുകാരുടെ കയ്യിലാണെന്ന് നേരത്തെ പറഞ്ഞില്ലായിരുന്നോ? ഈ കേപ്പ് കോളനി അല്ലെങ്കിൽ കേപ്പ് ടൗൺ എന്ന് പറഞ്ഞാൽ അവിടെയുള്ള ആ കേപ്പ് കോളനി ബ്രിട്ടീഷുകാർ കൈവശപ്പെടുത്തി. ആൻഡ് ഇംപ്ലിമെൻറ്റഡ് സർട്ടൺ പോളിസീസ് ദെയർ. എന്നിട്ട് അവിടെ കുറച്ച് നയങ്ങൾ അവർ നടപ്പിലാക്കി, ഇംപ്ലിമെൻറ്റ് ചെയ്തു. കുറച്ച് പോളിസി ഇംപ്ലിമെൻറ്റ് ചെയ്തു. എന്തൊക്കെയാണ്? റെസ്ട്രിക്ഷൻസ് വെയർ ഇമ്പോസ്ഡ് ഓൺ ഡച്ച് ലാംഗ്വേജ്. ഡച്ച് ലാംഗ്വേജിന് അല്ലെങ്കിൽ ഡച്ച് ഭാഷയ്ക്ക് അവർ ഉപരോധം ഏർപ്പെടുത്തി. ഡച്ച് ഭാഷയ്ക്ക് ഉപരോധം ഏർപ്പെടുത്തി. അതായത് ഡച്ച് ഭാഷ അവിടെ ഉപയോഗിക്കാൻ പാടില്ല എന്ന് കൊണ്ടുവന്നു. ഇംഗ്ലീഷ് വാസ് മെയ്ഡ് ദ സോൾ ലാംഗ്വേജ് ഓഫ് ദി കേപ്പ് കോളനി. കേപ്പ് കോളനിയിലെ ഏക ഭാഷ, സോൾ ലാംഗ്വേജ് എന്ന് വെച്ചാൽ ഏക ഭാഷ എന്താക്കി മാറ്റി? ഇംഗ്ലീഷാക്കി മാറ്റി. കേപ്പ് കോളനിയുടെ ഏക ഭാഷ ഇംഗ്ലീഷാക്കി മാറ്റി. പിന്നെ എന്താ ചെയ്തത്? ബൈ ദ മിഡ് 19th സെഞ്ച്വറി, 19ാം നൂറ്റാണ്ടിൻ്റെ ഒരു പകുതിയോടുകൂടി ബ്രിട്ടീഷ് അബോളിഷ്ഡ് സ്ലേവറി ഇൻ ദെയർ കോളനീസ്. അവരുടെ കോളനികളിലെല്ലാം ബ്രിട്ടീഷുകാർ അവരുടെ കോളനികളിലെല്ലാം സ്ലേവറി നിരോധിച്ചു. സ്ലേവറി എന്ന് വെച്ചാൽ അടിമത്തം അബോളിഷ് ചെയ്തു, നിരോധിച്ചു. ദിസ് അഡ്വേഴ്സ്ലി അഫക്റ്റഡ് ദ ബൂവേഴ്സ് ഹു യൂസ്ഡ് സ്ലേവ്സ് ടു കൾട്ടിവേറ്റ് ദെയർ ലാൻഡ്. അതായത് അടിമകളെ ഉപയോഗിച്ച് സ്വന്തം കൃഷിസ്ഥലം കൾട്ടിവേറ്റ് അല്ലെങ്കിൽ കൃഷി ചെയ്തിരുന്ന ബൂവറുകളെ ഇത് നന്നായിട്ട് ബാധിച്ചു അല്ലെങ്കിൽ പ്രതികൂലമായി ബാധിച്ചു. ദ ഗ്രേറ്റ് ട്രക്ക് ഇസ് ദ എക്സോഡസ് ഓഫ് ദി ബൂവേഴ്സ് ടു ദ ഇന്റീരിയർ ഏരിയാസ് ഓഫ് സൗത്ത് ആഫ്രിക്ക ടു എസ്കേപ്പ് ഫ്രം സച്ച് പോളിസീസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ദ ബ്രിട്ടീഷ്. ഈ ബ്രിട്ടീഷുകാർ ഏർപ്പെടുത്തിയ ഈ പറയുന്ന പദ്ധതി അല്ലെങ്കിൽ നയങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ബൂവറുകൾ ഒരു എക്സോഡസ് നടത്തി. എക്സോഡസ് എന്ന് വെച്ചാൽ ഒരു പലായനം നടത്തി. എങ്ങോട്ട്? ടു ദ ഇൻറ്റീരിയർ ഏരിയാസ് ഓഫ് സൗത്ത് ആഫ്രിക്ക. സൗത്ത് ആഫ്രിക്കയുടെ ഉൾപ്രദേശങ്ങളിലേക്ക് ഈ പറയുന്ന ബൂവറുകൾ ഒരു എക്സോഡസ് എന്ന് വെച്ചാൽ പലായനം നടത്തി. എന്തിനാണ്? ടു എസ്കേപ്പ് ഫ്രം സച്ച് പോളിസീസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ദ ബ്രിട്ടീഷുകാർ ഏർപ്പെടുത്തിയ ഈ നയങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ദ ഗ്രേറ്റ് ട്രക്ക് എന്നറിയപ്പെടുന്നത്. ഫോളോയിങ് ദ ഗ്രേറ്റ് ട്രക്ക്, ഈ ഗ്രേറ്റ് ട്രക്കിന് ശേഷം ദ ബൂവേഴ്സ് എസ്റ്റാബ്ലിഷ്ഡ് റിപ്പബ്ലിക്സ് റിപ്പബ്ലിക് എസ്റ്റാബ്ലിഷ് ചെയ്തു. എവിടെയൊക്കെയാണ്? ഇൻ ട്രാൻസ്വാൾ എന്ന് പറഞ്ഞ സ്ഥലത്ത്, പിന്നെ ഓറഞ്ച് ഫ്രീ സ്റ്റേറ്റ് എന്ന് പറഞ്ഞ സ്ഥലത്ത്, ആൻഡ് നേറ്റൽ എന്ന് പറഞ്ഞ സ്റ്റേറ്റ്. ഇത്രയും സ്ഥലത്ത് അവരെന്ത് സ്ഥാപിച്ചു? റിപ്പബ്ലിക്കുകൾ സ്ഥാപിച്ചു. റിപ്പബ്ലിക് എന്ന് വെച്ചാൽ സ്വയംഭരണ അവകാശമുള്ള ഒരു പ്രദേശമാക്കി മാറ്റി. ബൂവറുകൾക്ക് അധികാരമുള്ള ഒരു പ്രദേശം അവർ സ്ഥാപിച്ചു. എവിടെയൊക്കെയാണ്? ട്രാൻസ്വാളിലും ഓറഞ്ച് ഫ്രീ സ്റ്റേറ്റിലും പിന്നെ നേറ്റാളിലും. ഇത് അവരുടെ പലായനത്തിൻ്റെ ഗ്രേറ്റ് ട്രക്കിൻ്റെ ഒരു പിക്ചറാണ്, വരച്ചു വെച്ചേക്കുന്ന ഒരു പിക്ചറാണ് ഈ തന്നിട്ടുള്ളത്. ഇനി ബൂവർ വാസ്, അതായത് ബൂവർ യുദ്ധങ്ങൾ. ലെറ്റ്സ് എക്സാമിൻ ദ സർക്കംസ്റ്റാൻസസ് വിച്ച് ബിക്കം ദ കോസസ് ഓഫ് ദി ബൂവർ വാസ് ദ ചേഞ്ച് ദ ഹിസ്റ്ററി ഓഫ് സൗത്ത് ആഫ്രിക്ക. സൗത്ത് ആഫ്രിക്കയുടെ ഹിസ്റ്ററി അല്ലെങ്കിൽ ചരിത്രം തിരുത്തിക്കുറിച്ച ബൂവർ യുദ്ധങ്ങൾക്ക് കാരണമായ സാഹചര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ഇനി നോക്കാം. Towards the end of the 19th century, mines of gold and diamonds were discovered in the region under the Boer Republics. അതായത് ബൂവർ റിപ്പബ്ലിക്കിൻ്റെ കീഴിലുള്ള പ്രദേശങ്ങളിൽ 19ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടു കൂടി ബൂവർ റിപ്പബ്ലിക്കിൻ്റെ പ്രദേശങ്ങളിൽ 19ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടു കൂടി എന്ത് കണ്ടുപിടിക്കപ്പെട്ടു? മൈൻസ് ഓഫ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് വെയർ ഡിസ്കവേർഡ്. ഗോൾഡിൻ്റെയും ഡയമണ്ട്സ്, വജ്രത്തിൻ്റെയും ഖനികൾ കണ്ടുപിടിക്കപ്പെട്ടു. Thus, South Africa became the largest producers of gold and diamond. അങ്ങനെ സൗത്ത് ആഫ്രിക്ക ഗോൾഡിൻ്റെയും ഡയമണ്ടിൻ്റെയും ലാർജസ്റ്റ് പ്രൊഡ്യൂസറായി മാറി, അല്ലേ? ഏറ്റവും വലിയ സ്വർണ്ണ വജ്ര ഉൽപ്പാദകരായി ആര് മാറി? സൗത്ത് ആഫ്രിക്ക മാറി. The Boer was started when Britain attempted to merge the Boer Republic with the British colonies.
ഈ ബൂവർ വാർ സ്റ്റാർട്ട് ചെയ്തത് എപ്പോഴാണ്? ഈ ബ്രിട്ടൻ എന്ത് ചെയ്തു? ബൂവർ റിപ്പബ്ലിക്കിനെ ബ്രിട്ടീഷ് കോളനിയായിട്ട് മെർജ് ചെയ്യാൻ അല്ലെങ്കിൽ ബ്രിട്ടീഷ് കോളനിയോട് കൂട്ടിച്ചേർക്കാൻ ശ്രമിച്ചപ്പോഴാണ് ബൂവർ യുദ്ധങ്ങൾ തുടങ്ങിയത്. മനസ്സിലായല്ലോ? ഇനി ഫസ്റ്റ് ബൂവർ വാർ. ഇനി നമ്മൾ ഒന്നാം ബൂവർ യുദ്ധം നോക്കാൻ പോവുകയാണ് കേട്ടോ. ഒന്നാം ബൂവർ യുദ്ധം, രണ്ടാം ബൂവർ യുദ്ധം എന്നിങ്ങനെ 2 ബൂവർ യുദ്ധങ്ങളാണ് ഉള്ളത്. അതിൽ ഒന്നാം ബൂവർ യുദ്ധമാണ് നമ്മൾ ഫസ്റ്റ് നോക്കുന്നത്. ഒന്നാമത്തെ ബൂവർ യുദ്ധം നോക്കിയുള്ളത് ഫസ്റ്റ് ബൂവർ വാർ. ബ്രിട്ടൻ ക്യാപ്ചേർഡ് ട്രാൻസ്വാൾ ടു എക്സ്റ്റെൻഡ് ദെയർ റെയിൻ ടു മോർ റീജിയൻസ്. അതായത് ഈ ബ്രിട്ടൻ എന്ത് ചെയ്തു എന്നറിയാമോ? കൂടുതൽ പ്രദേശങ്ങളിലേക്ക് ബ്രിട്ടീഷ് ഭരണം വ്യാപിപ്പിക്കാൻ വേണ്ടിയിട്ട് ബ്രിട്ടൻ ഈ ബൂവറുകളുടെ കയ്യിൽ നിന്ന് ട്രാൻസ്വാൾ പിടിച്ചെടുത്തു. ട്രാൻസ്വാൾ എന്ന് പറഞ്ഞ ഒരു റിപ്പബ്ലിക് ഉണ്ടല്ലോ, ബൂവറുകളുടെ അധീനതയിലായിരുന്നു. അത് ഈ ബ്രിട്ടൻ പിടിച്ചെടുത്തു. ബ്രിട്ടൻ ക്യാപ്ചേർഡ് ട്രാൻസ്വാളിനെ ക്യാപ്ചർ ചെയ്തു. എന്തിനാണ്? ടു എക്സ്റ്റെൻഡ് ദെയർ റെയിൻ ടു മോർ റീജിയൻസ്. അവരുടെ റെയിൻ അല്ലെങ്കിൽ അവരുടെ അധികാരം കൂടുതൽ പ്രദേശങ്ങളിലേക്ക് വ്യാപിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട്. ഫോളോയിങ് ദിസ് ദ ഫസ്റ്റ് ബൂവർ വാർ സ്റ്റാർട്ട്. ഇതിനെ തുടർന്നാണ് ഒന്നാം ബൂവർ യുദ്ധം സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഫസ്റ്റ് ബൂവർ വാർ എന്നായിരുന്നു? 1880 മുതൽ 81 വരെ. 1880-81 കാലയളവിലാണ് ഫസ്റ്റ് ബൂവർ വാർ എന്ന് പറയുന്നത്. ദ ബൂവർ won the battle and formed the Republic of South Africa, merging Transvaal and the nearby region. അപ്പോൾ ഈ ഒരു യുദ്ധത്തിൽ, ഒന്നാം ബൂവർ യുദ്ധത്തിൽ ബൂവേഴ്സ് ആണ് വിജയിച്ചത്. ബൂവേഴ്സ് എന്ത് ചെയ്തു? ഓൺ ദ ബാറ്റിൽ, ആ യുദ്ധത്തിൽ വിജയിച്ചു. ആൻഡ് ഫോംഡ് റിപ്പബ്ലിക് ഓഫ് സൗത്ത് ആഫ്രിക്ക. എന്നിട്ട് അവർ സൗത്ത് ആഫ്രിക്കൻ റിപ്പബ്ലിക്ക് ഫോം ചെയ്തു. എങ്ങനെയാണ്? മെർജിങ് ട്രാൻസ്വാൾ ആൻഡ് ദ നിയർ ബൈ. ട്രാൻസ്വാളും അതിൻ്റെ അടുത്ത് കിടക്കുന്ന കുറച്ച് പ്രദേശങ്ങളും കൂടെ കൂട്ടിച്ചേർത്ത് റിപ്പബ്ലിക് ഓഫ് സൗത്ത് ആഫ്രിക്ക അല്ലെങ്കിൽ സൗത്ത് ആഫ്രിക്കൻ റിപ്പബ്ലിക് രൂപവൽക്കരിച്ചു. അടുത്തത് സെക്കൻഡ് ബൂവർ വാർ. അപ്പോൾ ഫസ്റ്റ് ബൂവർ വാർ ഏത് വർഷമായിരുന്നു? 1880-81 കാലഘട്ടത്തിൽ. ആരാ ജയിച്ചത്? ബൂവേഴ്സാണ് ജയിച്ചത്. ആരാ തോറ്റത്? ബ്രിട്ടീഷുകാർ തോറ്റു. അപ്പോൾ ഇനി നമുക്ക് സെക്കൻഡ് ബൂവർ വാർ എന്താണെന്ന് നോക്കാം. Disputes over the asset from the gold mines and the control over them led to the second Boer War. അപ്പം എന്താണ് ഡിസ്പ്യൂട്ട്സ് എന്ന് പറഞ്ഞാൽ? തർക്കങ്ങൾ. ഏതിലുള്ള തർക്കങ്ങൾ? ഓവർ ദ അസറ്റ് ഫ്രം ദ ഗോൾഡ് മൈൻസ്. സ്വർണ്ണഖനികളിൽ നിന്നുള്ള സമ്പത്തിലുണ്ടായ തർക്കങ്ങൾ. ആൻഡ് ദ കൺട്രോൾ ഓവർ ദം. പിന്നെ അതിലുള്ള നിയന്ത്രണം. സ്വർണ്ണഖനികളിൽ നിന്നുള്ള സമ്പത്തും പിന്നെ അതിലുള്ള നിയന്ത്രണം, അതായത് സ്വർണ്ണഖനികളുടെ മേലുള്ള നിയന്ത്രണം, ഇതിനെയൊക്കെ ബേസ് ചെയ്തിട്ടുള്ള തർക്കങ്ങളാണ് ലെഡ് ടു ദ സെക്കൻഡ് ബൂവർ വാർ, രണ്ടാം ബൂവർ യുദ്ധത്തിലേക്ക് നയിച്ചത്. ദ ബൂവർ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ഇൻസ്റ്റിറ്റ്യൂട്ടഡ് ടാക്സ് ഓൺ ദ ഗോൾഡ് മൈൻസ്. ബൂവർ ഭരണാധികാരികൾ, ബൂവർ അഡ്മിനിസ്ട്രേറ്റേഴ്സ് എന്ത് ചെയ്തു? ഗോൾഡ് മൈൻസിന് ടാക്സ് ഏർപ്പെടുത്തി. ദ ബ്രിട്ടീഷ് ഡിമാൻഡഡ് ദ റൈറ്റ് ടു വോട്ട് ഫോർ ദെയർ ലേബേഴ്സ് ഇൻ ദ മൈൻസ്. അപ്പം ഈ ബ്രിട്ടീഷുകാരെന്ത് ചെയ്തു? ഈ മൈൻസിൽ അല്ലെങ്കിൽ ഈ ഖനികളിൽ പണിയെടുക്കുന്ന ബ്രിട്ടീഷുകാരായിട്ടുള്ള ലേബേഴ്സിന്, ബ്രിട്ടീഷുകാരായിട്ടുള്ള ഈ ഖനികളിൽ പണിയെടുക്കുന്ന തൊഴിലാളികൾക്ക് വോട്ടവകാശത്തിന് വേണ്ടിയിട്ട് വോട്ടവകാശം ആവശ്യപ്പെട്ടു. When this demand was denied by the Republican administrators, the armed struggle, the most destructive war in the history of South Africa started. അതായത് ഇവരുടെ ആവശ്യം, ബ്രിട്ടൻ്റെ ഖനിത്തൊഴിലാളികൾക്ക് വോട്ടവകാശം വേണം എന്നുള്ള ബ്രിട്ടൻ്റെ ആവശ്യം എന്ത് ചെയ്തു? ദ ഡിമാൻഡ് വാസ് ഡിനീഡ് ബൈ ദ റിപ്പബ്ലിക്കൻ അഡ്മിനിസ്ട്രേറ്റേഴ്സ്. ഈ റിപ്പബ്ലിക്കൻ അഡ്മിനിസ്ട്രേറ്റേഴ്സ് നിരസിച്ചപ്പോൾ എന്ത് ചെയ്തു? ദ ആംഡ് സ്ട്രഗിൾ, സായുധ പോരാട്ടം അല്ലെങ്കിൽ ദ മോസ്റ്റ് ഡിസ്ട്രക്റ്റീവ് വാർ ഇൻ ദ ഹിസ്റ്ററി ഓഫ് സൗത്ത് ആഫ്രിക്ക സ്റ്റാർട്ടഡ്. സൗത്ത് ആഫ്രിക്കയുടെ ചരിത്രത്തിലെ ഏറ്റവും വിനാശകരമായ യുദ്ധം ആരംഭിച്ചു. ദ ബ്രിട്ടീഷ് ആർമി ഡിഫീറ്റഡ് ദ ബൂവർ റിപ്പബ്ലിക്സ് ഇൻ ദിസ് ബാറ്റിൽ. ഈ യുദ്ധത്തിൽ ബ്രിട്ടീഷ് സൈന്യം എന്ത് ചെയ്തു? ബൂവർ റിപ്പബ്ലിക്കിനെ ഡിഫീറ്റ് ചെയ്തു. അപ്പോൾ ഇവിടെ ആരാ ജയിച്ചത്? ബ്രിട്ടീഷുകാരാണ് ജയിച്ചത്, അല്ലേ? ആസ് പെർ ദ ട്രീറ്റി ഓഫ് വെറീനിഗിങ് ദ ബൂവേഴ്സ് അപ്പിയർഡ് ദ സോവറിൻ ഓഫ് ബ്രിട്ടൻ. വെറീനിഗിങ് എന്ന് പറയുന്ന സന്ധി അനുസരിച്ച്, ട്രീറ്റി ഓഫ് വെറീനിഗിങ് എന്ന് പറഞ്ഞാൽ വെറീനിഗിങ് സന്ധി അനുസരിച്ച് ബൂവർ അപ്രൂവ് ചെയ്തു, ബൂവർ അംഗീകരിച്ചു. അംഗീകരിച്ചു? ദ സോവറിൻ ഓഫ് ബ്രിട്ടൻ, ബ്രിട്ടൻ്റെ പരമാധികാരം അംഗീകരിച്ചു. സോവറിൻ എന്ന് വെച്ചാൽ പരമാധികാരം, അത് ബ്രിട്ടൻ്റെ പരമാധികാരം ഈ പറയുന്ന ബൂവേഴ്സ് അംഗീകരിച്ചു. The Union of South Africa was formed as an autonomous territory under the control of the British. The Union of South Africa was formed. Union of South Africa ഫോം ചെയ്തു, രൂപീകരിച്ചു. എങ്ങനെയാണ്? ആസ് ആൻ ഓട്ടോണമസ് ടെറിട്ടറി അണ്ടർ ദ കൺട്രോൾ ഓഫ് ബ്രിട്ടീഷ്. ബ്രിട്ടൻ്റെ കൺട്രോളിലുള്ള ഒരു സ്വയംഭരണ പ്രദേശം എന്നുള്ള രീതിയിൽ യൂണിയൻ ഓഫ് സൗത്ത് ആഫ്രിക്ക ഫോം ചെയ്തു അല്ലെങ്കിൽ രൂപീകരിച്ചു. Based on the new constitution implemented by the Union of South Africa, the British and Afrikaners got a high consideration. അതായത് യൂണിയൻ ഓഫ് സൗത്ത് ആഫ്രിക്കയിൽ ഇംപ്ലിമെൻറ്റ് ചെയ്ത പുതിയ ഭരണഘടന അനുസരിച്ച്, ന്യൂ കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ച് എന്ത് ചെയ്തു? ബ്രിട്ടീഷുകാർക്കും ആഫ്രിക്കാനാസിനും പിന്നെ ബ്രിട്ടീഷുകാർക്കും ഹൈ കൺസിഡറേഷൻ ലഭിച്ചു.
However, the fundamental rights of the black people were denied. അത് മാത്രമല്ല ഈ കറുത്ത വർഗ്ഗക്കാരുടെ ബ്ലാക്ക് പീപ്പിളിൻ്റെ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് മൗലിക അവകാശങ്ങൾ അല്ലെങ്കിൽ അവരുടെ അടിസ്ഥാനപരമായിട്ടുള്ള അവകാശങ്ങൾ എന്ത് ചെയ്തു, നിഷേധിക്കപ്പെട്ടു. ഇത്രയാണ് ബൂവർ യുദ്ധങ്ങളെക്കുറിച്ച് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇനി ഇതാ ഇവിടെ പ്രിപ്പയർ എ കൺസെപ്റ്റ് മാപ്പ് ഓൺ ദി ഇമ്പോർട്ടൻസ് ഓഫ് ബൂവർ വാർസ് ഇൻ ദ ഹിസ്റ്ററി ഓഫ് സൗത്ത് ആഫ്രിക്ക. സൗത്ത് ആഫ്രിക്കൻ ഹിസ്റ്ററിയിലെ ബൂവർ വാർസിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് ഒരു കൺസെപ്റ്റ് മാപ്പ് പ്രിപ്പയർ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അത് ആക്ടിവിറ്റിയാണ്, നമുക്കത് ചെയ്ത് നോക്കാം. അപ്പോൾ ഒരു കൺസെപ്റ്റ് മാപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഫ്ലോ ചാർട്ട് പോലെ റെപ്രസെൻ്റ് ചെയ്യുന്നതാണ്. അപ്പം നിങ്ങൾ ഫസ്റ്റ് ഒരു ബോക്സ് വരയ്ക്കുക, ബൂവർ വാർസ് അല്ലെങ്കിൽ ബൂവർ യുദ്ധങ്ങൾ എന്ന് കൊടുക്കുക. എന്നിട്ട് അതിന് 2 സബായിട്ട് ബോക്സ് വരയ്ക്കുക. 1 ഒന്നാം ബൂവർ യുദ്ധം, 2 രണ്ടാം ബൂവർ യുദ്ധം, ഫസ്റ്റ് ബൂവർ വാർ, സെക്കൻഡ് ബൂവർ വാർ, ഇങ്ങനെ കൊടുക്കുക. എന്നിട്ട് ഫസ്റ്റ് ബൂവർ വാറിൻ്റെ സബായിട്ട് ഇവിടെ കുറേ കൺസെപ്റ്റുകളുണ്ട്. എന്തൊക്കെയാ ഇവിടെ ഞാൻ കൊടുത്തിട്ടുണ്ട്. 1 ഫസ്റ്റ് ബൂവർ വാർ, എന്നിട്ട് അതിൻ്റെ താഴത്ത് വരുന്ന കാര്യങ്ങളാണ് എഴുതിയേക്കുന്നത്. എന്തൊക്കെയാണ്? അതായത് 1.1 എന്ന് എഴുതിയേക്കുന്നില്ലേ, അപ്പോൾ അത് ഫസ്റ്റ് ബൂവർ വാറിൻ്റെ താഴെയാണ് ഈ ഓരോ പോയിന്റ്സും എഴുതി ചേർക്കാനുള്ളത്. എന്തൊക്കെയാണ് പോയിന്റ്സ് നമുക്ക് നോക്കാം. ഗോൾഡ് ആൻഡ് ഡയമണ്ട് മൈൻസ് ആർ ഡിസ്കവേർഡ് ഇൻ വേരിയസ് റീജിയൻസ് ഓഫ് സൗത്ത് ആഫ്രിക്ക. സൗത്ത് ആഫ്രിക്കയുടെ വിവിധ പ്രദേശങ്ങളിൽ സ്വർണ്ണ വജ്ര ഖനികൾ കണ്ടുപിടിക്കപ്പെടുന്നു. രണ്ടാമത്തെ അതായത് 1.2 എന്താണ്? ബ്രിട്ടൻ വാസ് ട്രൈങ് ടു കോൺകർ ദ ബോർ റിപ്പബ്ലിക്സ് വിച്ച് ഇൻക്ലൂഡഡ് മൈൻസ്. മൈൻ അല്ലെങ്കിൽ ഖനികൾ ഉൾപ്പെടുന്ന ബൂവർ റിപ്പബ്ലിക്കുകൾ ബ്രിട്ടൻ അധീനതയിലാക്കാൻ ശ്രമിക്കുന്നു. അടുത്തത് മൂന്നാമത്തെ പോയിന്റ്, ബ്രിട്ടൻ ട്രൈസ് ടു എക്സ്റ്റെൻഡ് ഇറ്റ്സ് റൂൾ ടു മോർ ടെറിട്ടറീസ്. കൂടുതൽ പ്രദേശങ്ങളിലേക്ക് ഭരണം വ്യാപിപ്പിക്കാൻ ബ്രിട്ടൻ ശ്രമിക്കുന്നു. നാലാമത്തത് 1.4 എന്താണ്? ദ ബൂവേഴ്സ് ഹു ഓൺ ദ വാർ ഫോം ദ റിപ്പബ്ലിക് ഓഫ് സൗത്ത് ആഫ്രിക്ക. ഈ വാറിൽ ജയിച്ച ബൂവേഴ്സ് എന്ത് ചെയ്തു? ദക്ഷിണാഫ്രിക്കൻ റിപ്പബ്ലിക് രൂപീകരിക്കുന്നു. അപ്പോൾ ഇത്രയാണ് നിങ്ങൾ എഴുതേണ്ടത്. മനസ്സിലായോ? ഫസ്റ്റ് ഒരു ബോക്സ്, അതിൻ്റെ അകത്ത് ബൂവർ വാർ അല്ലെങ്കിൽ ബൂവർ യുദ്ധങ്ങളെന്ന് കൊടുക്കുക. ആ ബോക്സിൽ നിന്ന് 2 ലൈൻസ് വരയ്ക്കുക. അതിൻ്റെ താഴെ 2 ബോക്സ് വരയ്ക്കുക. ആ ഒരു ബോക്സിൽ ഫസ്റ്റ് ബൂവർ വാർന്നും രണ്ടാമത്തെ ബോക്സിൽ സെക്കൻഡ് ബൂവർ വാർന്നും കൊടുക്കുക. ഫസ്റ്റ് ബൂവർ വാർന്ന് കൊടുത്തിട്ടുള്ള ബോക്സിൻ്റെ താഴത്ത് ഓരോ കൺസെപ്റ്റായിട്ട് എഴുതി ചേർക്കുക. ആ കൺസെപ്റ്റുകളാണ് ഇവിടെ 1.1, 1.2, 1.3, 1.4 എന്നിങ്ങനെ 4 പോയിന്റ്സ് പറഞ്ഞിട്ടുള്ളത്. മനസ്സിലായോ? അടുത്ത മലയാളം മീഡിയംകാർക്കുള്ളത് ഒന്നാം ബൂവർ യുദ്ധം. ദക്ഷിണാഫ്രിക്കയുടെ വിവിധ പ്രദേശങ്ങളിൽ സ്വർണ്ണ വജ്ര ഖനികൾ കണ്ടുപിടിക്കപ്പെടുന്നു. 1.2 ഖനികൾ ഉൾപ്പെടുന്ന ബൂവർ റിപ്പബ്ലിക്കുകൾ ബ്രിട്ടന്റെ അധീനതയിലാക്കാൻ ശ്രമിക്കുന്നു. 1.3 കൂടുതൽ പ്രദേശങ്ങളിലേക്ക് ഭരണം വ്യാപിപ്പിക്കാൻ ബ്രിട്ടൻ ശ്രമിക്കുന്നു. 1.4 യുദ്ധത്തിൽ വിജയിച്ച ബൂവറുകൾ ദക്ഷിണാഫ്രിക്കൻ റിപ്പബ്ലിക് രൂപീകരിക്കുന്നു. അടുത്തത് സെക്കൻഡ് ബൂവർ വാർ, രണ്ടാം ബൂവർ യുദ്ധം. അപ്പോൾ രണ്ടാം ബൂവർ യുദ്ധം എന്ന് നിങ്ങളൊരു ബോക്സിൽ എഴുതി വെച്ചിട്ടുണ്ട്. അതിൻ്റെ താഴത്ത് എഴുതാനുള്ള പോയിന്റ്സ് ആണ് ഈ പറഞ്ഞിട്ടുള്ളത്. അല്ലേ 2.1 എന്ന് ഞാൻ ഇട്ടിട്ടുണ്ട്, കണ്ടോ? അപ്പോൾ 2.1 ഫസ്റ്റ് പോയിന്റ് എന്താണ്? ഡിസ്പ്യൂട്ട്സ് ഓവർ വെൽത്ത് ഫ്രം ഗോൾഡ് മൈൻസ് അണ്ടർ കൺട്രോൾ. സ്വർണ്ണഖനികളിൽ നിന്നുള്ള സമ്പത്തും അവയുടെ നിയന്ത്രണവും സംബന്ധിച്ച തർക്കങ്ങൾ. ഇവിടെ ഖനികൾ എന്നുള്ളത് ആദ്യത്തെ കായാണ് കേട്ടോ എഴുതിയേക്കുന്നത്. ആ കായല്ല ഏതാണ്? രണ്ടാമത്തെ ഖ, നഖത്തിൻ്റെ ഖ, മുഖത്തിൻ്റെ ഖ, കേട്ടോ? അപ്പോൾ അത് മാറ്റിക്കൊള്ളണേ. അടുത്തത് ടാക്സേഷൻ ഓഫ് മൈൻസ്, ഖനികൾക്ക് നികുതി ഏർപ്പെടുത്തൽ. 2.3 എന്താണ്? ഡെനിയൽ ഓഫ് വോട്ടിംഗ് റൈറ്റ്സ് ടു ബ്രിട്ടീഷ് വർക്കേഴ്സ് ഇൻ മൈൻസ്. ബ്രിട്ടീഷ് തൊഴിലാളികൾക്ക്, ഖനികളിലെ ബ്രിട്ടീഷ് തൊഴിലാളികൾക്ക് വോട്ടവകാശം നിഷേധിക്കൽ. അടുത്ത 2.5 എന്താണ്? ദ ബൂവേഴ്സ് അപ്രൂവ്ഡ് ദ സോവറിൻ ഓഫ് ബ്രിട്ടൻ. ബൂവറുകൾ ബ്രിട്ടന്റെ പരമാധികാരം അംഗീകരിക്കുന്നു. 2.6 എന്താണ്? ദ യൂണിയൻ ഓഫ് സൗത്ത് ആഫ്രിക്ക വാസ് ഫോംഡ് അണ്ടർ ദ കൺട്രോൾ ഓഫ് ബ്രിട്ടീഷ്. ബ്രിട്ടന്റെ നിയന്ത്രണത്തിൽ യൂണിയൻ ഓഫ് സൗത്ത് ആഫ്രിക്ക രൂപീകരിക്കപ്പെടുന്നു. സൗത്ത് ആഫ്രിക്കൻ യൂണിയൻ രൂപീകരിക്കുന്നു. ഓക്കെ, ഇത്രയാണ് രണ്ടാം ബൂവർ യുദ്ധം അല്ലെങ്കിൽ സെക്കൻഡ് ബൂവർ വാറിൽ എഴുതി ചേർക്കേണ്ട പോയിന്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊരു നേരത്തെ ഞാൻ പറഞ്ഞ രീതിയിൽ നിങ്ങൾ വരച്ച് എഴുതിയാൽ മതി കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കൺസെപ്റ്റ് മാപ്പ് റെഡിയാവും. അപ്പോൾ ഇന്ന് നമ്മൾ ഇത്രേ ചെയ്യുന്നുള്ളൂ. അടുത്ത ക്ലാസ്സിൽ ബാക്കിയുള്ള യൂണിറ്റ് എക്സ്പ്ലെയിൻ ചെയ്ത് അതിൻ്റെ ആക്ടിവിറ്റി സോൾവിംഗ് ഒക്കെ ചെയ്യാം കേട്ടോ. താങ്ക്